എന്തായിരുന്നു സംഭവം? ആക്ച്വലി എന്താ പറഞ്ഞത്? ഓക്കെ ഓക്കെ ചേട്ടാ, നമ്മുടെ ഇപ്പോൾ ഒരു അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നായിരുന്നു, ഒരു സംവിധായകൻ്റെ ഒരു ഭാഗത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെല്ലാം ഈ വിയർപ്പ് തുടച്ച് മറ്റുള്ളവർ വിയർപ്പ് തുടയ്ക്കുന്ന, അല്ല ആർട്ടിസ്റ്റ് വിയർപ്പ് തുടയ്ക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. എന്താണ് അതിനെപ്പറ്റിയുള്ള ഒരു കമൻറ്റ് എന്താണ്? ഇല്ല, വിയർപ്പ് തുടയ്ക്കൂ എന്ന് പറഞ്ഞതിനകത്ത് എനിക്ക് അപമാനമായിട്ടൊന്നുമില്ല. അത് എൻ്റെ ജോബിൻ്റെ പാർട്ട് തന്നെയാണ്. ഇപ്പം എപ്പോഴും എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെയും കയ്യിൽ നമ്മൾ ഒരു പൗഡർ പഫ് ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്ത ഓരോ മേക്കപ്പിനും വിയർപ്പ് വന്നു കഴിഞ്ഞാൽ അത് തുടയ്ക്കണം. അതിന് നമുക്ക് അഭിമാനമാണ്, അപമാനമല്ല. പക്ഷെ അതിന് ശേഷം പറഞ്ഞ കുറേ കാര്യങ്ങൾ, വിയർപ്പ് തുടയ്ക്കുന്നു, ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്നുന്നു, അങ്ങനെ ഒരിക്കലും അത് പറയാൻ പാടില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾക്ക് ആർക്കും എച്ചിൽ തിന്നേണ്ട ആവശ്യം ഇല്ല. ഒരിക്കലും ആരുടെയും താഴെയല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ്. മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു കലയാണ്. ആ കലയിൽ എല്ലാവർക്കും, ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് ഇമ്പോർട്ടൻ്റ്, എത്രയോ മൂവീസിൽ മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്തോരം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മുടെ മലയാളം സിനിമ പോലും, അല്ലെങ്കിൽ തമിഴ്, ഹിന്ദി സിനിമാസ്, ഇംഗ്ലീഷ് സിനിമാസിൽ പോലും മേക്കപ്പ് ആർട്ടിസ്റ്റിന് എന്തോ റെസ്പെക്റ്റാണ്. പക്ഷെ ഇവിടെ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന്, ഒരു ഇൻഡസ്ട്രിക്കെതിരെയാണ് ആ സംസാരിച്ചിരിക്കുന്നത്. അതങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. മേക്കപ്പ് ഇൻഡസ്ട്രിയിൽ ഒത്തിരി പേര് ആരുടെയും മേളിലാണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ആരുടെയും താഴെയല്ല, ആർക്കും ചവിട്ടി നടക്കാനുള്ളൊരു സ്ഥലമല്ല മേക്കപ്പ് ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ അവരുടെ മുതുകോ. അവർക്ക് ആർക്കും ജോലി എടുത്തിട്ട് തന്നെയാണ് ഓരോരുത്തരും ഫുഡ് കഴിക്കുന്നത്. അല്ലാതെ ആരുടെയും എച്ചിൽ തിന്നിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ മേക്കപ്പ് ആർട്ടിസ്റ്റിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മൊത്തത്തിൽ ഇത്തരം ഈ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആർട്ടിസ്റ്റുകളുടെ എച്ചിൽ തിന്ന് ജീവിക്കുന്നു, അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രം ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ 10 ലക്ഷം രൂപ വരെ ദിവസക്കൂലി മേടിക്കുന്ന ആൾക്കാർ, മേക്കപ്പ് ആർട്ടിസ്റ്റുകളുള്ള ഒരു നാടാണ് നമ്മുടെ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലും പൈസ വാങ്ങുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്. ആർട്ടിസ്റ്റിനെക്കാട്ടിയും വില വാങ്ങുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇന്ത്യയിലുണ്ട്. അവരെയൊക്കെ എനിക്കറിയാവുന്നതാണ്. ഒരിക്കലും മേക്കപ്പ് ആർട്ടിസ്റ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും ആർട്ടിസ്റ്റുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മേക്കപ്പ് ഇൻഡസ്ട്രി നിൽക്കുന്നതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റും അധ്വാനിച്ചിട്ടാണ് നിൽക്കുന്നത്. ഒരു ആർട്ടിസ്റ്റ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വിളിക്കണമെങ്കിൽ ഷീ ഷുഡ് ബി ടാലൻറ്റഡ്. ആ ടാലൻറ്റിനാണ് പൈസ. അല്ലാതെ ഒരിക്കലും അവരുടെ എച്ചിൽ തിന്നാൻ വേണ്ടിയല്ല ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റും അവരുടെ കൂടെ പോകുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണം, ആർട്ടിസ്റ്റിന് മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണം. ദാറ്റ് ഈസ് ദ ജെനുവിൻ തിങ്. അല്ലാതെ ഒരാളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. അവരുടെ ടാലൻറ്റ് വാങ്ങുന്നു, അതിന് അവർ കാശോ പ്രതിഫലമോ വാങ്ങുന്നു. അത് തന്നെയാണ് എൻ്റെ ന്യായമായിട്ടുള്ള കാര്യം. ഇതിപ്പോൾ ചേട്ടനോടാണ് നേരിട്ട് ഇങ്ങനൊരു അഭിപ്രായം പറഞ്ഞിരുന്നുവെങ്കിൽ ചേട്ടൻ്റെ ഒരു പ്രതികരണം എന്തായിരുന്നു? എൻ്റെ പ്രതികരണം എൻ്റെ അടുത്ത് അങ്ങനെ പറയില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിന് പറയാനുള്ളൊരു വേദി ഒരുക്കില്ല. എൻ്റെ ടാലൻറ്റിന് ഞാൻ എന്നും ആൾക്കാരുടെ അടുത്ത് എൻ്റെ ടാലൻറ്റിന് ഞാൻ എന്നും പെയ്ഡായിട്ട് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആൻഡ് ഐ നെവർ അന്യൻ്റെ മുതൽ ആഗ്രഹിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ഒന്നും ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുമില്ല. എവറിത്തിങ് ഷുഡ് ബി പെയ്ഡ്, എവറിത്തിങ് ഗീവ് ആൻഡ് ടേക്ക്. അതാണ് എൻ്റെ പോളിസി. അതിൽ നിന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. എൻ്റെ അടുത്ത് അങ്ങനെ പറയില്ല. ഈ പറഞ്ഞ ഓരോരുത്തരുമായിട്ടും എനിക്ക് നല്ല ബന്ധമാണ്. പക്ഷേ ഇങ്ങനെ ഒരു പരാമർശം വളരെ ജനകമായിരുന്നു എനിക്ക്. ഈ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സംവിധായകനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ ക്യാരക്ടറിനെയും ഒരു നടൻ ക്യാരക്ടറായി മാറുമ്പോൾ അവിടെ ആവശ്യമുള്ളത് മേക്കപ്പ് തന്നെയാണ്. ഒരു സംവിധായകൻ ഇങ്ങനെ പറയുന്നു, അത് അവർക്ക് ഇത്രമാത്രം റെസ്പെക്റ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നതിൻ്റെ ഭാഗമായിട്ടാണ് തോന്നുന്നത്. എനിക്ക് ഈ പറഞ്ഞ ആളിനെയും പോയിന്റ് ഔട്ട് ചെയ്തവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. ജാൻമണി എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. എങ്കിലും ആ ഒരു സിറ്റുവേഷൻ അവിടെ അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്ന കാര്യം. ഒരിക്കലും ഇങ്ങനൊരു കാര്യത്തിൽ ആരെയും ഇപ്പം ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം ഞാൻ എൻ്റെ ഇൻഡസ്ട്രീന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വരാതിരിക്കാമായിരുന്നു, ഇങ്ങനെ സംഭവിക്കാതിരിക്കായിരുന്നു, ഇങ്ങനെ പറയാതിരിക്കായിരുന്നു. ബിക്കോസ് അത് എല്ലാം ഇപ്പോൾ ഒരു സംവിധാനം, ഒരു സിനിമ ആയിരുന്നാലും അവർക്ക് എല്ലാവർക്കും വേണ്ടേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ എല്ലാവരും വേണം. ഇപ്പം കേരളത്തിൽ തന്നെ ഇപ്പം നമ്മൾ ആടുജീവിതം മൂവി കണ്ടപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലും ഈവൻ അതിലെ മേക്കപ്പ് ആർട്ടിസ്റ്റിന് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വരെ അയച്ച ഒരാളാണ്. എനിക്കിപ്പം ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇപ്പോൾ ജോർജേട്ടനെ ആയിരുന്നാലും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ആണ്. ഈച്ച് ആൻഡ് എവറിബഡി വി റെസ്പെക്ട് ഹൗ വി റെസ്പെക്ട് ആർട്ടിസ്റ്റ്. അതുപോലെ തന്നെ നമ്മൾ വി റെസ്പെക്ട് ദ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഞാൻ എന്നല്ലാതെ കേരളത്തിലുള്ള എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഇതിൽ വിഷമം ഉണ്ടായിട്ടുണ്ടാവും തന്നെയാണ്. ഇത് ഞാനിപ്പോൾ എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും വെച്ച് തന്നെയാണ് പറയുന്നത്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാക്കിൽ എല്ലാവരും വിഷമിക്കുന്നു. ഈ മറ്റൊരു വിവാദ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ
ആ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എച്ചിൽ തിന്നുന്ന വാക്ക്. അതൊരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. ഉറപ്പായിട്ടും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്, തെറ്റ് തന്നെയാണ്, അതിന് പറയാൻ പാടില്ലായിരുന്നു. അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ തെറ്റാണ്. ഓക്കെ താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ്